കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ CJ റോയ് ജീവനൊടുക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. മരണത്തിന് മുൻപ് തന്നെ അദ്ദേഹം തയ്യാറാക്കി വെച്ചിരുന്ന കുറിപ്പാണ് ബന്ധുക്കൾക്ക് ലഭിച്ചത്. വിദേശ നിക്ഷേപങ്ങളിൽ തിരിച്ചടി നേരിട്ടിരുന്നു എന്ന വിവരം കുറിപ്പിലുണ്ട്. കൊച്ചിയിൽ നിന്നെത്തിയ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഡിസംബർ 3 നടത്തിയ റെയ്ഡിനെതിരെ കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജി റോയ് അപ്രതീക്ഷിതമായി പിൻവലിച്ചത് എന്തിനായിരുന്നുവെന്ന ചോദ്യവും ഉയരുകയാണ്. സ്വന്തം ഓഫീസ് മുറിയിൽ ഡോക്ടർ CJ റോയ് സ്വയം വെടിയുതിർത്ത് മരിച്ച് 4-ാം ദിവസമാണ് അദ്ദേഹം ജീവനൊടുക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നുവെന്ന സൂചന പുറത്തുവരുന്നത്. മരണത്തിന് മുമ്പ് തയ്യാറാക്കി വെച്ചിരുന്ന 9 പേജുകൾ അടങ്ങിയ കുറിപ്പാണ് കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചത്. കുടുംബാംഗങ്ങളോട് മാപ്പ് ചോദിച്ച് തയ്യാറാക്കിയ കുറിപ്പിൽ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് നേരിട്ട തിരിച്ചടികളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പരിശോധനയുമായി ബന്ധപ്പെട്ട് നേരിട്ട സമ്മർദ്ദങ്ങളെ കുറിച്ച് പരാമർശമുണ്ട്. മുന്നോട്ട് എങ്ങനെ പോകണമെന്ന നിർദ്ദേശങ്ങളും ഈ കുറിപ്പിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. തന്നെ വിശ്വസിച്ച നിക്ഷേപകരെ ഒരു ഘട്ടത്തിലും കൈയൊഴിയരുതെന്നും റോയ് ആവശ്യപ്പെടുന്നുണ്ട്. കുറിപ്പ് ലഭിച്ചതിന് പിന്നാലെയാണോ കൊച്ചിയിൽ ഇന്ന് വിളിച്ച വാർത്താ സമ്മേളനം കുടുംബം നീട്ടിവെച്ചത് എന്ന കാര്യം വ്യക്തമല്ല. ഡിസംബർ 3 കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ബംഗളൂരുവിലെ ആസ്ഥാന ഓഫീസിൽ കൊച്ചിയിൽ നിന്നെത്തിയ ആദായ നികുതി വകുപ്പ് സംഘം റെയ്ഡ് നടത്തി ചില രേഖകൾ പിടിച്ചെടുത്തിരുന്നു. തൊട്ടു പിന്നാലെ കൊച്ചിയിൽ നിന്നുള്ള സംഘത്തിന് ബംഗളൂരുവിൽ പരിശോധനയ്ക്ക് അധികാരമില്ലെന്നും റെയ്ഡ് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ട് റോയ് കർണാടക ഹൈക്കോടതിയിലെത്തി. സ്വന്തം പേരിലും ഗ്രൂപ്പിലെ മറ്റ് 8 കമ്പനികളുടെ പേരിലുമാണ് ഡിസംബർ 16 ഹർജി നൽകിയത്. എന്നാൽ ഡിസംബർ 18 റോയ് ഈ ഹർജി പിൻവലിച്ചു. വാദം കേൾക്കും മുന്നേ ഹർജി പിൻവലിച്ചത് എന്തിനെന്ന ചോദ്യവും ഉയരുകയാണ്. ദുരൂഹതകളേറുമ്പോഴും അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് പ്രത്യേക സംഘം. കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ആസ്ഥാന ഓഫീസിൽ ഇന്നും ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തും. സംഭവം പുനരാവിഷ്കരിക്കാനും ആലോചനയുണ്ട്. CJ റോയ് ബംഗളൂരുവിൽ ചികിത്സ തേടിയിരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശദമായ മൊഴിയും വീണ്ടും രേഖപ്പെടുത്തും. റോയിയുടെ ഫോൺ കോളുകളുടെ വിശദാംശങ്ങളും സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. സംഭവം ഇന്നലെ ലോകസഭയിലും ചർച്ചയായിരുന്നു. പാർലമെന്റിൽ അടിയന്തര ചർച്ച ആവശ്യപ്പെട്ട് ഹൈബി ഈഡൻ നൽകിയ നോട്ടീസ് സ്പീക്കർ തള്ളി. റോയിയുടെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കത്തയച്ചിരിക്കുകയാണ്.